സിറോ മലബാർ സഭയെ പറ്റി ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരം പോലും വിമതന്മാർക്ക് ഇല്ലല്ലോ എന്നോർക്കുമ്പോഴും കഷ്ടം തോന്നി. തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ച വികാരിക്കെതിരെ വിരലിൽ എണ്ണാവുന്ന വിമതരാണ് പ്രതിഷേധിക്കുന്നത്. താനാണ് മാർപ്പാപ്പ എന്ന് സ്വയം പ്രഖ്യാപിച്ച് ദൈവശാസ്ത്രം കാണാതെ പഠിച്ചു നടക്കുന്ന ഷൈജു ആന്റണി അടക്കം ഉറഞ്ഞു തുള്ളുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ പോലീസ് ഓഫീസർ വിമത ഗുണ്ടകളോട് ഒരൊറ്റ ചോദ്യം: കാനോനിക നിയമപ്രകാരം രൂപത നിയമിച്ച ഈ അച്ഛൻ ഇടവകയിൽ കയറാൻ പാടില്ലെന്ന് എന്തെങ്കിലും ഒരു കോടതി ഉത്തരവ് നിങ്ങളുടെ പക്കലുണ്ടോ? ഞങ്ങളുടെ കയ്യിലില്ല എന്ന് വിമതരുടെ സുന്ദരമായ മറുപടി. എന്നാൽ പിന്നെ സ്റ്റാൻഡ് വിട്ട് പോയിട മക്കളെ എന്നായി ആ പോലീസ് ഓഫീസർ. ഈ പറയാനുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. 4-ാം തീയതി വരെ കോടതി ഒരു ജെന്റിൽമാൻ ഓർഡർ. എന്റെ ചോദ്യം ഇതാണ്, ഈ അച്ഛന് ഇവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു ഏതെങ്കിലും കോടതി ഉത്തരവ് നിലവിലുണ്ടോ? ഞങ്ങളുടെ കയ്യിലില്ല. അച്ഛന് കയറിയേ പറ്റും. അച്ഛനിവിടെ കയറണമെന്ന് പറഞ്ഞ കോടതിയുടെ ഉത്തരവുണ്ടോ? വേണ്ട. വേണം. സഭയിൽ തീരുമാനമെടുക്കാൻ അർഹതയുള്ള പിതാക്കന്മാരെടുത്ത തീരുമാനത്തിനനുസരിച്ച് സഭാ മക്കൾ മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത്. അതാണ് അനുസരണ വ്രതം. ആരാണ് പള്ളി ഭരിക്കേണ്ടത്, വികാരിയാക്കേണ്ടതെന്ന് തീരുമാനം സഭ എടുത്തുകൊള്ളും. അത് തന്നെയാണ് പോലീസ് അധികൃതരുടെ നിയമപരമായ നിലപാട്. വിശദമായി പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ആ ഉദ്യോഗസ്ഥൻ ഷൈജു മാർപ്പാപ്പയെയും സഹഗുണ്ടകളെയും പറഞ്ഞു പഠിപ്പിച്ചത്. 1, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ കാനൻ നിയമം അനുസരിച്ച് വികാരിയെ നിയമിക്കേണ്ടത് മാർപ്പാപ്പ അംഗീകരിക്കുന്ന മെത്രാനാണ്. അദ്ദേഹം അത് നിയമപ്രകാരം ചെയ്തു. 2, ഒരു പള്ളിയിൽ വൈദികനെ കയറ്റരുത് എന്നാവശ്യപ്പെടുന്നവർ അത് കോടതിയിൽ പോയി തീരുമാനമാക്കണം. നിങ്ങളുടെ ഭാഗത്ത് നിയമപരമായ സാധ്യത ഇല്ലാത്തതിനാൽ വിമതർ കോടതി നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 3, ഇവിടെ നിയമങ്ങൾ ലംഘിക്കുന്നതും മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും വിമതർ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മാറിത്തരണം. ഇതാണ് കോടതി നിർദ്ദേശ പ്രകാരം അതിരൂപത നേതൃത്വം പുതിയ വികാരിയെ നിയമിച്ചുകൊണ്ടുള്ള ആ തീരുമാനത്തിൽ പോലീസിന്റെ നിലപാട്. എങ്ങനെയുള്ള വികാരിയെ അല്ല, ഞങ്ങൾ വരയ്ക്കുന്ന ആ ലക്ഷ്മി രേഖയ്ക്കുള്ളിൽ നിൽക്കുന്ന വികാരിയെ അത് തന്നെ വേണം ഞങ്ങൾക്കെന്ന് വിമതർ ആദ്യം കോടതിയിൽ പോയി ആവശ്യപ്പെടണം. അത് തന്നെയാണ് ന്യായം. അല്ലാതെ നിയമം കയ്യിലെടുത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇനി കോടതിയിൽ പോകാൻ വിമതരുടെ പക്കൽ തെളിവുകളും ഉണ്ടോ, എന്തെങ്കിലും ആധികാരിക രേഖയുണ്ടോ? ഇല്ല. കാരണം കാനോനിക നിയമം കോടതി അംഗീകരിച്ചതാണ്. സഭയിലെ വെറും 10% വലുപ്പമേ ഉള്ളൂ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക്. അതിൽ 90% അനുസരണയുള്ള ദൈവ ഭയമുള്ള മക്കൾ തന്നെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭൂരിഭാഗം വിശ്വാസികൾ വീണ്ടും ഇതാ വിമതരെ ഈ വിഷയത്തിൽ തള്ളിപ്പറയുകയാണ്. വിമത വൈദികർ ചിലർ ചെല്ലും ചെലവും കൊടുത്ത് ഗുണ്ടകളെ സഭയുടെ ഉത്തരവുകളെ വെല്ലുവിളിച്ച് നിയമം കയ്യിലെടുക്കാൻ ഇറക്കി വിട്ടിരിക്കുകയാണ്. 20 പേർ അല്ലെങ്കിൽ 10 പേർ കൂടുന്നതല്ല ഇടവകയെന്ന് ഓർക്കണം. തെരുവിൽ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല കാനോനിക നിയമങ്ങൾ. അച്ഛന്മാർ തീക്കൊള്ളി കൊണ്ട് തല ചൊരിയുകയാണ് ഇപ്പോൾ. ചില അച്ഛന്മാർ കുറച്ചുപേരുടെ ഗുണ്ടായുസത്തിന് വഴങ്ങിയാൽ അത് യഥാർത്ഥ വിശ്വാസികൾ കൈയും കെട്ടി ഇനി നോക്കി നിൽക്കില്ല എന്ന് കൂടി തൃപ്പൂണിത്തുറയിൽ വിമതർ മനസ്സിലാക്കണം. വിമതർ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഷൈജു ആന്റണിക്കും മറ്റു വിമത ഗുണ്ടകൾക്കും ഒന്നും തിരിച്ചുരിയാടാൻ വാക്കുകളില്ലായിരുന്നു. അമ്മാതിരിയാണ് പോലീസ് തങ്ങളുടെ നിലപാടോടെ കടുപ്പിച്ചതും അവർ സ്റ്റാൻഡ് വിട്ടുപോയത്.